Hello children, how are you all? We have learnt in last class Unit 5 the elves and the shoemaker. Today let's learn the activities. Activity 1. Read the following stage directions given in the play. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേജ് ഡിറക്ഷൻസ് മീൻസ് എന്താണ്? രംഗനിർദ്ദേശം വായിക്കുക. ഇൻ ദ ഡിം ബ്ലൂ ലൈറ്റ് ആൻഡ് ടു എൽസ്, ഇരുണ്ട വെളിച്ചത്തിൽ രണ്ട് കുട്ടിച്ചാത്തന്മാർ പ്രവേശിച്ചു. ദ ക്ലൈംബ് ഓൺ ദി ടേബിൾ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്, അവർ മേശയുടെ മുകളിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. ദ സിങ് ആസ് ദ വർക്ക്, അവർ ജോലി ചെയ്യുമ്പോൾ പാട്ടുപാടി. ദെയർ മൂവ്മെൻറ്റ്സ് ആർ ഇൻ ട്യൂൺ വിത്ത് ദ സോങ്, അവരുടെ ഓരോ ചലനങ്ങളും പാട്ടിനോട് യോജിച്ചതായിരുന്നു. ബട്ട് ദേ കനോട്ട് ബി സീൻ ക്ലിയർലി, പക്ഷേ അവരെ ഇരുണ്ട വെളിച്ചത്ത് കാണുവാനായി കഴിഞ്ഞില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റേജ് ഡിറക്ഷൻസ് ഗിവൻ ഇൻ ദ പ്ലേ. പിക്ക് ഔട്ട് മോർ സ്റ്റേജ് ഡിറക്ഷൻസ് ഫ്രം ദ പ്ലേ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ഗിവൺ സ്പേസ്. ഇത് ഒരു സ്റ്റേജ് ഡിറക്ഷനാണ് തന്നിരിക്കുന്നത്. കൂടുതൽ സ്റ്റേജ് ഡിറക്ഷൻസ് പ്ലേയിൽ നിന്ന് കണ്ടുപിടിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ എഴുതണം. Let us write the first one. Two elves enter. They sit on the table and start working. രണ്ട് കുട്ടിച്ചാത്തന്മാർ പ്രവേശിക്കുന്നു. അവർ ടേബിളിൻ്റെ മുകളിൽ ഇരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങുന്നു. The shoemaker and his wife peep from the cupboard. അപ്പോൾ ഷൂമേക്കറും അവൻ്റെ വൈഫും കബേഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചു നോക്കുന്നു. ഇതാണ് ഒന്നാമത്തെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. അടുത്തതും നമുക്ക് നോക്കാം. ദ ഷൂമേക്കർ ആൻഡ് ഹിസ് വൈഫ് ലുക്ക് അറ്റ് ദി എൽസ്. ഷൂമേക്കറും അവൻ്റെ വൈഫും രണ്ട് കുട്ടിച്ചാത്തന്മാരെ നോക്കുന്നു. ദി എൽസ് ഫിനിഷ് ദെയർ വർക്ക് ആൻഡ് ഹാൻഡ് ഓവർ ദ ഷൂസ് ടു ദ ഷൂമേക്കർ. അടുത്ത രംഗം എന്താണ്? കുട്ടിച്ചാത്തന്മാർ അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ ഉണ്ടാക്കിയ ഷൂസെല്ലാം ഷൂമേക്കറിനെ ഏൽപ്പിക്കുന്നു. Now let's read the story given below. A bag of oranges. An old woman was walking along the road. ഒരു വയസ്സായ സ്ത്രീ റോഡിൽ കൂടെ നടക്കുകയായിരുന്നു. She carried a paper bag full of oranges for her grandchildren. ആ സ്ത്രീ ഒരു ബാഗിൽ നിറയെ ഓറഞ്ചുകൾ പേരക്കുട്ടികൾക്ക് കൊണ്ടുവരികയായിരുന്നു. സഡൻലി ഷീ സ്റ്റാമ്പിൾ ഓവർ എ സ്റ്റോൺ ആൻഡ് ഫെൽ ഡൗൺ. പെട്ടെന്ന് ആ സ്ത്രീ ഒരു കല്ലിന്മേൽ തട്ടി നിലത്തു വീണു. ദി ഓറഞ്ചസ് റോൾഡ് ഓവർ ദ റോഡ് ആൻഡ് ലേ സ്കേർട്ടഡ് അറൗണ്ട്. ഓറഞ്ച് എല്ലാം റോഡിലൂടെ ഉരുണ്ട് ചിതറിക്കിടന്നു. എ ബോയ് ഹൂ സോ ദീസ് കെയിം റണ്ണിങ്. ഒരു ആൺകുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് ഓടി വന്നു. ഹെൽപ്പിംഗ് ദ വുമൻ ഗെറ്റ് അപ്പ്, ഹി ആസ്ഡ്, ആർ യു ഓക്കെ? ആ വയസ്സായ സ്ത്രീയെ എഴുന്നേൽക്കാൻ സഹായിച്ചു. എന്നിട്ട് ചോദിച്ചു, ആർ യു ഓക്കെ? നിങ്ങൾക്ക് സുഖമല്ലേ? ഐ ആം ഓൾ റൈറ്റ് ചൈൽഡ്, ബട്ട് മൈ ഓറഞ്ചസ്, ഷീ സെഡ്. ഞാൻ ഓൾ റൈറ്റ് ആണ്, പക്ഷേ എൻ്റെ ഓറഞ്ചുകളോ? ഡോണ്ട് വറി, ഐ ഷാൽ പിക്ക് ദം അപ്പ് ഫോർ യു, ദ ബോയ് സെഡ്. വിഷമിക്കേണ്ട, ഞാൻ എല്ലാ ഓറഞ്ചും പറക്കി എടുത്ത് തരാം. ഹി പിക്ഡ് അപ്പ് ദ സ്കാറ്റേർഡ് ഓറഞ്ചസ്. അവൻ ചിതറിക്കിടക്കുന്ന എല്ലാ ഓറഞ്ചസും പറക്കിയെടുത്തു. പുട്ടിങ് ദം ഇൻ ടു ഹെർ ബാഗ്, ഹി ഹാൻഡഡ് ഇറ്റ് ഓവർ ഇറ്റ് ടു ഹെർ. അവ എല്ലാ ഓറഞ്ചസും അവളുടെ ബാഗുകളിലാക്കി ആ സ്ത്രീക്ക് നൽകി. ടേക്കിംഗ് ആൻ ഓറഞ്ച് ഫ്രം ദ ബാഗ്, ദ ഓൾഡ് വുമൻ സെഡ് സ്മൈലിംഗ്, ഹാവ് ദിസ് മൈ ചൈൽഡ്. ഒരു ഓറഞ്ച് ആ ബാഗിൽ നിന്നെടുത്ത് ആ വയസ്സായ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് നീട്ടി. എന്നിട്ട് പറഞ്ഞു, എടുത്തോളൂ. ദ ബോയ് ടു സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ ഓറഞ്ച് ഫ്രം ഹെർ. ബോയിയും ചിരിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഓറഞ്ച് വാങ്ങി. ഗിവൻ ബിലോ ഈസ് എ സ്ക്രിപ്റ്റ് ഓഫ് ദ സ്റ്റോറി. താഴെ കഥയുടെ തിരകഥയാണ്. റീറൈറ്റ് സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ്.
നമ്മൾ റീറൈറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് നാടക രൂപത്തിലാക്കണം. ഗിവ് സൂട്ടബിൾ സ്റ്റേജ് ഡിറക്ഷൻസ് ഓൾസോ നമ്മൾ കൊടുക്കണം. എ വില്ലേജ് റോഡ്, തലക്കെട്ട് എന്താണ്? എ വില്ലേജ് റോഡ്. എന്താ രംഗം 1 കാണുന്നത്? എൻ ഓൾഡ് വുമൻ എൻറ്റേഴ്സ് വിത്ത് എ പേപ്പർ ബാഗ്. ഒരു വയസ്സായ സ്ത്രീ പേപ്പർ ബാഗും കൈപിടിച്ച് വരുന്നു. ദർ ആർ ഫുൾ ഓഫ് ഓറഞ്ചസ് ഇൻ ദ ബാഗ്. എന്താണ് ബാഗിൽ? ഫുൾ ഓഫ്, നിറയെ നാരങ്ങകൾ. മെനി സ്റ്റോൺസ് സ്കേർട്ടേഡ് ഇൻ ദ ഗ്രൗണ്ട്. കുറേ കല്ലുകളെല്ലാം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഷീ സ്റ്റംബിൾ ഓവർ എ സ്റ്റോൺ ആൻഡ് ഫെൽ ഡൗൺ. അവൾ അതിൻ്റെ മുകളിൽ തട്ടി നിലത്ത് വീണു. ദ ഓറഞ്ചസ് റോൾഡ് ഓവർ ആൻഡ് സ്കാറ്റേർഡ് ഓൺ ദ ഗ്രൗണ്ട്. എല്ലാ ഓറഞ്ചുകളും ഉരുണ്ട് ചിതറിക്കിടക്കുന്നു. എ ബോയ് കെയിം റണ്ണിങ് സീയിങ് ദീസ് ഫ്രം ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്റ്റേജ്. ഒരു ആൺകുട്ടി സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഇതെല്ലാം കണ്ടുകൊണ്ട് കടന്നു വരുന്നു. ബോയ്, ആൺകുട്ടി ചോദിക്കുന്നു, ആർ യു ഓക്കെ? നിങ്ങൾ ഓക്കെ അല്ലേ? വുമൻ, ഐ ആം ഓൾ റൈറ്റ് ചൈൽഡ്, ബട്ട് മൈ ഓറഞ്ചസ്. ഞാൻ ഓക്കെയാണ്, പക്ഷേ എൻ്റെ ഓറഞ്ചസോ? ഇനി എന്താണ് പൂരിപ്പിക്കേണ്ടത്? ബട്ട് മൈ ഓറഞ്ചസ്, ദി ആർ ഓൾ സ്കാറ്റേർഡ് അറൗണ്ട്. എല്ലാ ഓറഞ്ചുകളും ചുറ്റും ചിതറിക്കിടക്കുകയാണ്. ദ ബോയ് ലുക്ക് അറ്റ് ദ ഓറഞ്ചസ്. ദ ബോയ് ഓറഞ്ച് നോക്കി. ബോയ്, ഡോണ്ട് വറി, ഐ ഷാൽ പിക്ക് ദം അപ്പ് ഫോർ യു. വിഷമിക്കേണ്ട, ഞാൻ ഇതെല്ലാം അമ്മയ്ക്ക് പറക്കി തരാം. ദ ബോയ് പിക്സ് അപ്പ് ദ ഓറഞ്ചസ് ആൻഡ് പുട്ട് ദം ഇൻ ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഓവർ ഇറ്റ് ടു ദ വുമൻ. ബോയ് എല്ലാ ഓറഞ്ചും പറക്കിയെടുത്ത് ബാഗിലിട്ട് ആ വയസ്സായ സ്ത്രീക്ക് നീട്ടിക്കൊടുത്തു. ദ വുമൻ സ്മൈൽഡ് അറ്റ് ദ ബോയ് ആൻഡ് ടുക്ക് ആൻ ഓറഞ്ച് ഫ്രം ദ ബാഗ് ആൻഡ് പോയിൻറ്റ് ടു ദ ചൈൽഡ്. വയസ്സായ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഒരു ഓറഞ്ച് ബാഗിൽ നിന്ന് എടുത്ത് ആൺകുട്ടിക്ക് നീട്ടിക്കൊടുത്തു. വുമൻ എന്നിട്ട് പറഞ്ഞു, ഹാവ് ദിസ് മൈ ചൈൽഡ്, എടുത്തോളൂ. ബോയ്, താങ്ക് യു ഗ്രാൻഡ്മാ, നന്ദി. ദേ ഗ്രീറ്റഡ് ഈച്ച് അതർ ആൻഡ് സെഡ് ഗുഡ് ബൈ ആൻഡ് വാക്ക്ഡ് അവേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്ത് അവർ പോയി. നൗ ലെറ്റ്സ് ലേൺ ആക്ടിവിറ്റി 3. Match the dialogues and write them in the space provided. One is done for you. ഇത് ഡയലോഗ്സ് ആണ്. ഇത് തമ്മിൽ മാച്ച് ചെയ്യണം. നമ്പർ 1, വി വിൽ പേ യു ഇൻ എ മന്ത്സ് ടൈം, ബി കൈൻഡ്. ഇത് പറഞ്ഞതാരാണ്? ഷൂമേക്കേഴ്സ് വൈഫ്. ഞങ്ങൾ ഒരു മാസത്തിനകം തന്നു തീർക്കാം, ഞങ്ങളോട് ദയ തോന്നണം. ബി കൈൻഡ്, ദയയോ? നോട്ട് എ ചാൻസ്, ഒരു ചാൻസും ഇല്ല. ദാറ്റ്സ് നോട്ട് മൈ വേ, ഇതെൻ്റെ വഴിയല്ല. ഇതാരാണ് പറഞ്ഞത്? മിസ്റ്റർ ബൂട്ട്, ഓണർ ഓഫ് ഷോപ്പ്. നമ്പർ 2, വി ഹാവ് ടു വർക്ക് ഹാർഡ്, വി മസ്റ്റ് നോട്ട് ലൂസ് അവർ ഷോപ്പ്. ആരാ പറഞ്ഞിട്ടുണ്ടാവും ഇത്? ഷൂമേക്കേഴ്സ് വൈഫ്. നമ്മൾ നന്നായി അധ്വാനിക്കണം, ഒരിക്കലും നമ്മുടെ ഷോപ്പ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ദാറ്റ്സ് വാട്ട് വി കാൻ ഡു. ഷൂമേക്കർ പറഞ്ഞു, അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. വൗ, ഇറ്റ് ഈസ് എ മിറക്കിൾ, ദ ലെതർ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. ഷൂമേക്കർ പറഞ്ഞു, വൗ, അത്ഭുതം. ഇറ്റ് ഈസ് എ മിറക്കിൾ, ദ ലെതർ ഹാസ് ബീൻ മെയ്ഡ് ഇൻ ടു എ പെയർ ഓഫ് ബ്യൂട്ടിഫുൾ ഷൂസ്. വളരെ മനോഹരമായ ഷൂ നിർമ്മിച്ചിരിക്കുന്നു. ഐ കാൻ ബിലീവ് ദീസ്, ഹൂ മെയ്ഡ് ദീസ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആരാണിത് ഉണ്ടാക്കിയത്? നമ്പർ 4, 10 pounds. ഷൂമേക്കർ പറഞ്ഞു 10 പൗണ്ട്സ്. ഓൺലി 10 pounds, but they are so well made. I will give you 15. 10 പൗണ്ട്സോ? ഇത് വളരെ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് 15 pounds തരുന്നു. ഇതാരാ പറഞ്ഞേ? കസ്റ്റമർ. നമ്പർ 5, but we can't do it anymore. There are others in need. We are going to them. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ദെർ ആർ അതേഴ്സ് ഇൻ നീഡ്. ആവശ്യക്കാർ വേറെയുമുണ്ട്. വി ആർ ഗോയിങ് ടു ദം. ഞങ്ങൾ അവിടെ അടുത്തേക്ക് പോവുകയാണ്. യെസ്, ദിസ് വിൽ ബി അവർ ഫൈനൽ വിസിറ്റ് ആൻഡ് ദിസ് അവർ ഫൈനൽ ഷൂ. എൽഫ് 2 ആണ് പറഞ്ഞത്. ബട്ട് വി കാൺ ഡു ഇറ്റ് ഇനി മോർ. ദെർ ആർ അതേഴ്സ് ഇൻ നീഡ്. വി ആർ ഗോയിങ് ടു ദം. അപ്പോൾ എൽഫ് 1 പറയാണ്,
യെസ്, ദീസ് വിൽ ബി അവർ ഫൈനൽ വിസിറ്റ് ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ഷൂ. ഇത് ഞങ്ങളുടെ അവസാനത്തെ വിസിറ്റാണ്, അതുപോലെ തന്നെ അവസാനത്തെ ഷൂ ഉണ്ടാക്കലാണ്. നമ്പർ 6, ദിസ് ഈസ് അവർ ലാസ്റ്റ് ഷൂ, വി ആർ ലീവിങ്. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഷൂ, ഞങ്ങൾ പോവുകയാകുന്നു. വി ഓൾവേസ് ബി താങ്ക്ഫുൾ ടു യു. വി വിൽ ഓൾവേസ് ബി താങ്ക്ഫുൾ ടു യു. ഞങ്ങൾ എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കും. ഇതാരാണ് പറഞ്ഞത്? ഷൂ മേക്കേഴ്സ് വൈഫ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ലോങ് ഫോം ആൻഡ് ഷോർട്ട് ഫോം. അല്ലെങ്കിൽ എന്ത് പറയാം? ഫുൾ ഫോം അല്ലെങ്കിൽ ഷോർട്ട് ഫോം. വി ആർ എങ്ങനെയാണ് ഷോർട്ട് ഫോമിൽ ഇരിക്കണേ? വി അപ്പോസ്ട്രോഫ് ആർ ഇ, വി ആർ. ദാറ്റ് ഈസ് ലോങ് ഫോം, ദാറ്റ് ഈസ്. ഷോർട്ട് ഫോം ദാറ്റ് അപ്പോസ്ട്രോഫ് യെസ്. നെക്സ്റ്റ് ഷോർട്ട് ഫോം ആണ് തന്നിരിക്കുന്നത്. വി അപ്പോസ്ട്രോഫ് എൽ എൽ, വി വിൽ. ഹൗ ടു റൈറ്റ് ഫുൾ ഫോം അല്ലെങ്കിൽ ലോങ് ഫോം? വി വിൽ, W E W I L L, we will. I am, I apostrophe am, short form. I cannot, I can't. Let us, let's. We have. Find out and write more short forms used in the play. It's, it is. Don't, do not. What's, what is. You are, you are. Activity 5. With the money they got, the shoemaker and his wife bought more leather. മണി കിട്ടിയപ്പോൾ അവർ പോയി കൂടുതൽ ലെതർ വാങ്ങിക്കൊണ്ടുവന്നു. One day they saw an advertisement on the wrapper in which the leather was packed. ഒരു ദിവസം അഡ്വർടൈസ്മെൻ്റ്, ഒരു പരസ്യം കണ്ടു. അവർ പൊതിഞ്ഞു കൊണ്ടുവന്ന കടലാസിൽ ഒരു പരസ്യം കണ്ടു. They thought of advertising their shoes. അവരും വിചാരിച്ചു നമുക്കും ഒരു പരസ്യം കൊടുക്കാം. Prepare an advertisement for their shoes. ഷൂവിനെ കുറിച്ച് ഒരു അഡ്വർടൈസ്മെൻ്റ്, ഒരു പരസ്യം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹെഡിങ് ഷുഡ് ബി അട്രാക്റ്റീവ്. ഹെഡിങ് വേണം അല്ലേ, തലക്കെട്ട് വേണം. അത് വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹൈ ക്വാളിറ്റി, ലോ പ്രൈസ് എന്നൊക്കെ നമുക്ക് എഴുതാം ഹെഡിങ്. അതുപോലെ തന്നെ എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ഷൂസ്. പിന്നെ അതിൻ്റെ പ്രൈസ് ഒന്നില്ലെങ്കിൽ 499 അല്ലെങ്കിൽ 299, അങ്ങനെ നമ്മൾ പ്രൈസുകൾ എഴുതണം. അവസാനം സ്ഥലത്തിൻ്റെ പേര് എഴുതണം. അങ്ങനെ ഒരു പരസ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നാളെ വരണം കേട്ടോ. Now let's study activity 6. Look at the picture of the shoemaker's room. എന്തൊക്കെയാണ് ഷൂമേഴ്സിൻ്റെ റൂമിൽ കാണുന്നതെന്ന് നോക്കൂ. എന്തൊക്കെയാണുള്ളത്? ടേബിളുണ്ട്, കുറേ ചുറ്റികകളുണ്ട്, നൈഫുണ്ട്, ചിസലുണ്ട്, ഉളിയുണ്ട്, പിന്നെ ചെയർ റൂമിലുണ്ട്, സ്റ്റൂളുണ്ട്, ക്യാറ്റ്സ് ഉണ്ട്, കബേർഡ്, ക്ലോക്ക് എല്ലാം നിങ്ങൾക്ക് കാണാനില്ലേ? ഇനി നോക്കിയേ. Now complete the sentences choosing words from the box. ബോക്സിൽ നിന്ന് വേർഡ്സുകൾ സെലക്ട് ചെയ്ത് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. One is done for you. There is a knife on the table. എവിടെയാണ് കാത്തിരിക്കുന്നത്? On the table. There are 2 hammers on the table. 2 ചുറ്റികളും ഇരിക്കുന്നുണ്ട്. There is a flower pot. എവിടെയാണ് ഫ്ലവർ പോട്ട് ഇരിക്കുന്നത്? In the corner of the room. There is a cat under the stool. There is a kitten under the table. There is a pair of shoes in the shelf. There is a picture on the wall. There is a clock on the wall. There are a few books in the shelf. There is a chisel
on the table. Activity 7. Look at the picture given below and describe where each object is. One is done for you. There are two rooms. One is living room, another one is bedroom. According to their object, എവിടെയാണ് ഈ ഒബ്ജക്റ്റുകൾ ഇരിക്കുന്നത് എന്ന് വിവരിക്കണം. Now choose one item from each box. ഓരോ ഐറ്റംസും ഓരോ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ജോയിൻ ചെയ്ത് ആൻഡ് ജോയിൻ ദം ടു ഫോം മീനിങ് മീനിങ്ഫുള്ളുള്ള സെൻറ്റൻസ് ആക്കണം. ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ എബവ്. പിക്ചർ മുകളിൽ തന്നിരിക്കുന്ന പിക്ചറെല്ലാം നോക്കിയിട്ട് വേണം ഇത് എഴുതാൻ. There is a table in the bedroom. എവിടെയാണ് ടേബിൾ ഇരിക്കുന്നത്? In the bedroom near the bed. There is a table in the bedroom near the bed. Next one. There is a clock. Clock എവിടെയാണ് ഇരിക്കുന്നത്? There is a clock in the bedroom on the table. There is a clock in the bedroom on the table. Next one. There is a phone in the living room on the stool. There is a picture in the room on the wall. There is a flower vase in the living room on the TV. Activity 8. Read the following dialogue from the play. Customer 1. I would like to have a pair of dark brown shoes. എനിക്ക് 2 ജോഡി ഡാർക്ക് ബ്രൗൺ ഷൂസ് കിട്ടാനായിട്ട് ആഗ്രഹമുണ്ട്. ഡു യു ഹാവ് സച്ച് എ പെയർ? നിങ്ങളുടെ കയ്യിൽ അത്തരമുണ്ടോ? ഷൂമേക്കർ. ഓഫ് കോഴ്സ് സർ, തീർച്ചയായും. വി ഹാവ് വൺ റൈറ്റ് ദർ. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരെണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട്. കസ്റ്റമർ 1. വാട്ട് സൈസ് ആർ ദോസ് ഷൂസ്? എന്താണ് അതിൻ്റെ സൈസ്? ഷൂമേക്കർ. ദിയർ സൈസ് ഇൻ 10. 10 സൈസ് സർ. വാട്ട് ഡു ദ കസ്റ്റമേഴ്സ് ആസ്ക്? എന്താണ് കസ്റ്റമേഴ്സ് ചോദിച്ചത്? മേക്ക് സെൻറ്റൻസസ് ഫ്രം ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. How much is that bag? That's too expensive. What size is this jacket? Can I take a look at that camera? I will take those shoes. Okay children, bye. Let's see in next video.